ഫുട്ബോളിൽ ഒരു ഗോളിന്റെ ലീഡ് ഒന്നുമല്ല. രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ 7 മിനിറ്റിൽ ബോൺമത്ത് 2 ഗോളുകൾ മടക്കി. യുണൈറ്റഡ് ഡിഫൻസിന്റെ ഇടയിലൂടെ ഓടിക്കയറിയ ഇവാനിയസിലേക്ക് തെവർണിയറിന്റെ ഒരു പാസ്, ഗോൾ കീപ്പർ ലെമൻസിന്റെ പോസ്റ്റിലേക്ക് ഒരു ലോ ഫിനിഷ്. 6 മിനിറ്റിനുള്ളിൽ വീണ്ടും ഒരു മിസ്റ്റേക്ക്. ബോക്സിന്റെ പുറത്ത് വെച്ച് ബോൺമത്ത് താരത്തെ ഫൗൾ ചെയ്തതിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. കിക്കെടുത്ത ടവർണിയർ ഒരു ലോ കിക്കിലൂടെ ലക്ഷ്യം കണ്ടു. സ്കോർ യുണൈറ്റഡ് 2 ബോൺമത്ത് 3. നിമിഷങ്ങൾക്കകം ബോൺമത്ത് കളി തിരിച്ചു. യുണൈറ്റഡിന്റെ കൺട്രോളിലായിരുന്ന മത്സരം കൈവിട്ടു പോയെന്ന് തോന്നി. എന്നാൽ ഓർക്കണം, ഇത് പുതിയ യുണൈറ്റഡ് ആണ്. വഴങ്ങിയ ഗോളുകളുടെ കണക്കും പറഞ്ഞിരിക്കാൻ അവർ തയ്യാറല്ല. 77-ാം മിനിറ്റിൽ ബോൺമത്ത് ബോക്സിന്റെ പുറത്തുനിന്ന് യുണൈറ്റഡിന് ഒരു ഫ്രീ കിക്ക് ലഭിച്ചു. കിക്കെടുത്ത ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ചിത്രകാരൻ വരയ്ക്കുന്ന ലാഘവത്തോടെ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് എത്തിച്ചു. പിന്നാലെ തന്നെ കൗണ്ടർ അറ്റാക്കിലൂടെ മത്തിയോസ് കുഞ്ഞ ഗോൾ വല കണ്ടതോടെ വീണ്ടും യുണൈറ്റഡ് ലീഡിലേക്ക്. 2 മിനിറ്റ് കൊണ്ട് സ്കോർ 4-3 ഇത്രയും നേരം മത്സരം കൊണ്ട ഒരാളും ഈ ത്രില്ലർ ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. വീണ്ടും യുണൈറ്റഡ് ഡിഫൻസിന്റെ പിഴവ് മുതലെടുത്ത് ജൂനിയർ ക്രൂപ്പിലൂടെ ബോൺമത്ത് സമനില പിടിച്ചു. അറ്റാക്ക് ലംബോർഗിനിയും ഡിഫൻസ് മാരുതി 800ഉം. ഇരു ടീമുകളെയും ഇങ്ങനെ വിശേഷിപ്പിക്കാം. ഗോളുകൾ കണ്ടെത്താനാകുന്നില്ല എന്ന യുണൈറ്റഡ് ആരാധകരുടെ പരാതി കഴിഞ്ഞ 2 മത്സരങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ 8 ഗോളുകളാണ് അവർ അടിച്ചുകൂട്ടിയത്. അതേസമയം കൃത്യമായ ഡിഫൻസീവ് സ്ട്രക്ചർ കണ്ടെത്താത്തതും അമോറിമിന് തലവേദനയാണ്. 4 ഫീൽഡർമാരുള്ള പുതിയ സെറ്റപ്പ് ഉപയോഗിച്ചിട്ടും യുണൈറ്റഡിന് രക്ഷയില്ല.